ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഏത് രാജ്യത്തെ നേരിടാനാണ് ഇന്ന് ലോക രാജ്യങ്ങൾ ഭയപ്പെടുന്നത്? ഇത്തരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 10 സൈനിക രാജ്യങ്ങളെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. ഒരു രാജ്യത്തിന്റെ മുഴുവൻ സുരക്ഷാ ചുമതലകളും ഏറ്റെടുക്കുന്നത് ആ രാജ്യത്തിന്റെ സൈനികരാണ്. ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ 10ാമതായിട്ട് വരുന്നത് ഇറ്റലിയാണ്. ഏറ്റവും ശക്തരായ സൈനികരിൽ 10ാം സ്ഥാനമുള്ളത് യൂറോപ്യൻ രാജ്യമായിട്ടുള്ള ഇറ്റലിക്കാണ്. യൂറോപ്പിലെ പേരുകേട്ട സൈനിക ശക്തിയുള്ള രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇറ്റലി. ഇറ്റലി സൈന്യം ഔദ്യോഗികമായിട്ട് 1946 സ്ഥാപിതമായത്. ഏകദേശം 1,65,000-ത്തിലധികം വരുന്ന സൈനികരുള്ള ഈ ഒരു രാജ്യം യൂറോപ്പിലെ ഏറ്റവും സ്വാധീനമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. ഇറ്റാലിയൻ ആർമി, ഇറ്റാലിയൻ നേവി, ഇറ്റാലിയൻ എയർഫോഴ്സ്, ഇറ്റാലിയൻ ബോർഡർ ഗാർഡുകൾ എന്നീ മേഖലയിലെല്ലാം ഇന്ന് ഇറ്റലിയുടെ സൈനിക മേഖല വ്യാപിച്ചു കിടക്കുന്നു. 9ാമതായിട്ട് വരുന്നത് തുർക്കിയാണ്. തുർക്കി സായുധ സേന എന്ന TSK ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് 1920-ലാണ്. ഏകദേശം 3,80,000-ത്തിലധികം വരുന്ന സൈനികരുള്ള ഈ ഒരു രാജ്യം ഏഷ്യയിലെ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. 47 ബില്യൺ അഥവാ 4 ലക്ഷം കോടി രൂപക്ക് മുകളിലാണ് തുർക്കി എന്ന രാജ്യം അവരുടെ സൈനിക മേഖലക്കായിട്ട് ഓരോ വർഷവും ചിലവഴിക്കുന്നത്. തുർക്കി ആർമി, തുർക്കി വ്യോമസേന, തുർക്കി നേവി എന്നീ മേഖലയിലെല്ലാം ഇന്ന് തുർക്കി എന്ന രാജ്യത്തിന്റെ സൈനിക മേഖല വ്യാപിച്ചു കിടക്കുന്നു. 8ാമതായിട്ട് വരുന്നത് ജപ്പാനാണ്. ലോകത്തിലെ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള സൈനിക രാജ്യങ്ങളിൽ 8ാമതായിട്ടുള്ളത് ഏഷ്യൻ രാജ്യമായിട്ടുള്ള ജപ്പാനാണ്. ജപ്പാൻ സെൽഫ് ഡിഫൈൻ ഫോഴ്സ് എന്ന പേരുള്ള ജപ്പാൻ ആർമി ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് 1954 ജൂലൈ 1-നാണ്. ജപ്പാൻ സൈനിക മേഖലയിലെ ഏറ്റവും ഉയർന്ന പദവിയുള്ളത് ചീഫ് ഓഫ് സ്റ്റാഫിനും അതുപോലെ ജോയിന്റ് സ്റ്റാഫിനുമാണ്. ജപ്പാൻ സൈനിക മേഖല പ്രധാനമായിട്ടും വ്യാപിച്ചു കിടക്കുന്നത് 3 ബ്രാഞ്ചുകളിലാണ്. ജപ്പാനീസ് ആർമി, ജപ്പാനീസ് നേവി, ജപ്പാനീസ് എയർഫോഴ്സ് എന്നീ മേഖലകളാണത്. $70 ബില്യൺ അഥവാ 6 ലക്ഷം കോടി രൂപക്ക് മുകളിലാണ് ഇന്ന് ജപ്പാൻ എന്ന രാജ്യം അവരുടെ സൈനിക മേഖലക്കായിട്ട് ചിലവഴിക്കുന്നത്. 7ാമതായിട്ട് വരുന്നത് ഫ്രാൻസ് ആണ്. യൂറോപ്പിലെ ഏറ്റവും ശക്തരായ സൈനിക രാജ്യങ്ങളിൽ ഒന്നാണ് ഫ്രാൻസ്. ഫ്രഞ്ച് ആർമഡ് ഫോഴ്സ് എന്ന പേരുള്ള ഫ്രാൻസിലെ സൈനിക സേന സ്ഥാപിതമായത് 1934-ലാണ്. 2ാം ലോക മഹായുദ്ധ കാലത്ത് തന്നെ ഫ്രാൻസ് എന്ന രാജ്യം അവരുടെ സൈനിക ശക്തി ലോകത്തോട് തെളിയിച്ചതാണ്. ഏകദേശം 4,70,000-ത്തോളം വരുന്ന സൈനികരാണ് ഇന്ന് മൊത്തമായിട്ട് ആർമിയിലും നേവിയിലും ഒക്കെയായിട്ട് ഫ്രാൻസിനുള്ളത്. ഫ്രാൻസിന്റെ ഭരണഘടനാ പ്രകാരം പ്രസിഡന്റാണ് ഫ്രഞ്ച് സൈന്യത്തിന്റെ കമാൻഡർ ആയിക്കൊണ്ട് പ്രവർത്തിക്കുന്നത്. ഫ്രാൻസ് ഇന്ന് നാറ്റോ സംഘടനയുടെ ഒരംഗവും അതുപോലെ യൂറോപ്യൻ യൂണിയനിലെ 9ാമത്തെ വലിയ പ്രതിരോധ ബജറ്റുള്ള ഒരു രാജ്യം കൂടിയാണ്. 6ാമതായിട്ട് വരുന്നത് യുണൈറ്റഡ് കിങ്ഡം അഥവാ ബ്രിട്ടനാണ്. ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സൈനിക രാജ്യങ്ങളിൽ 6ാമതായിട്ടുള്ളത് UK ആണ്. 1800-കളിലാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് അവരുടെ സൈനിക മേഖലക്ക് തുടക്കം കുറിക്കുന്നത്. പിന്നീട് 1946-ലാണ് ബ്രിട്ടീഷ് ആർമി സൈനിക മേഖലയെ കൂടുതൽ വലുതാക്കുന്നതും അതുപോലെ ആണവായുധ പരീക്ഷണങ്ങളെല്ലാം നടത്തുന്നതും. ബ്രിട്ടീഷ് ആർമി, റോയൽ നേവി, റോയൽ എയർഫോഴ്സ്, ബ്രിട്ടീഷ് ബോർഡർ ഗാർഡുകൾ എന്നീ മേഖലയിലെല്ലാം ഇന്ന് ബ്രിട്ടീഷ് ആർമഡ് ഫോഴ്സ് വ്യാപിച്ചു കിടക്കുന്നു. 78 ബില്യൺ അഥവാ 6,70,000 കോടി രൂപക്ക് മുകളിലാണ് ഇന്നത്തെ ബ്രിട്ടീഷ് ആർമിയുടെ ടോട്ടൽ ബഡ്ജറ്റ് എന്നത്. 5ാമതായിട്ട് വരുന്നത് നോർത്ത് കൊറിയയാണ്. ലോകത്തിലെ ഏറ്റവും സൈനിക സജ്ജീകരണങ്ങളുള്ള രാജ്യങ്ങളിൽ 5ാമതായിട്ടുള്ളത് കൊറിയൻ പീപ്പിൾസ് ആർമിയുടെ നോർത്ത് കൊറിയയാണ്. 12,60,000-ത്തോളം വരുന്ന സൈനികരുള്ള നോർത്ത് കൊറിയൻ ആർമഡ് ഫോഴ്സ് രൂപീകരിച്ചത് 1932-ലാണ്. കൊറിയൻ ആർമി, ആർമി സ്പെഷ്യൽ ഫോഴ്സ്, കൊറിയൻ നേവി, കൊറിയൻ ആന്റി എയർഫോഴ്സ് എന്നീ ബ്രാഞ്ചുകളിലെല്ലാം ഇന്ന് കൊറിയൻ പീപ്പിൾസ് ആർമി വ്യാപിച്ചു കിടക്കുന്നു. കൊറിയൻ ആർമിയുടെ നേതൃത്വ അധികാരം എന്നത് സുപ്രീം കമാൻഡർ ആയിട്ടുള്ള കിം ജോങ്-un ആണ്. 4ാമതായിട്ട് വരുന്നത് USA അഥവാ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. ലോക നേതാവായി പല രാജ്യങ്ങളും കാണുന്ന അമേരിക്കൻ സൈന്യമാണ് ലോകശക്തരിൽ 4ാം സ്ഥാനത്തുള്ളത്.
1775 കാലത്താണ് US ആർമി രൂപം കൊള്ളുന്നത്. വർഷങ്ങളുടെ അപ്പുറം ഇന്ന് അമേരിക്കൻ സൈന്യം വ്യാപിച്ചു കിടക്കുന്നത് 6 സൈനിക മേഖലയിലാണ്. കരസേന, നാവികസേന, എയർഫോഴ്സ്, ബഹിരാകാശ സേന, കോസ്റ്റ് ഗാർഡ് എന്നിവയൊക്കെയാണത്. ഏകദേശം 13,28,000 വരുന്ന ആർമി ഓഫീസേഴ്സ് ആണ് ഇന്ന് US ആർമിയിലുള്ളത്. ചീഫ് ഓഫ് സ്റ്റാഫ് അഥവാ CFA ആണ് അമേരിക്കൻ മിലിറ്ററിയിലുള്ള ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്നത്. അമേരിക്ക കൂടാതെ ഇന്ന് ഏഷ്യൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ ഇന്ന് US ആർമിക്ക് കേന്ദ്രങ്ങളുണ്ട്. മൂന്നാമതായിട്ട് വരുന്നത് റഷ്യയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തോടെയാണ് റഷ്യൻ മിലിറ്ററിയെ കുറിച്ച് ലോകം കൂടുതൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. 1917 കാലത്തെ റെഡ് ആർമിയിൽ നിന്നാണ് ആർമഡ് ഫോഴ്സ് ഓഫ് റഷ്യൻ ഫെഡറേഷൻ എന്ന ഇന്ന് കാണുന്ന സൈനിക സേന രൂപം കൊള്ളുന്നത്. ഏറെക്കുറെ 13,96,000 വരുന്ന സൈനികരാണ് ഇന്ന് റഷ്യൻ ആർമിയിലുള്ളത്. നിലവിൽ ലോകത്ത് അമേരിക്കയും റഷ്യയും ആയുധ നിർമ്മാണത്തിലും സൈനിക ശക്തിയിലും ഒരുമിച്ച് മത്സരിക്കുന്ന 2 വൻ ശക്തികളാണ്. കരസേന, നാവികസേന, വ്യോമസേന, മിസൈൽ ഫോഴ്സ്, എയർബോൺ ഫോഴ്സ്, സ്പേസ് ഫോഴ്സ് എന്നീ 6 സൈനിക മേഖലകളാണ് ഇന്ന് റഷ്യക്കുള്ളത്. രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ രാജ്യമായ ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും ആക്റ്റീവായ സൈനിക രാജ്യങ്ങളിൽ 2ാം സ്ഥാനത്തുള്ളത് ഇന്ത്യൻ ആർമിയാണ്. 1895 കാലത്താണ് ഇന്ത്യൻ ആർമി സ്ഥാപിക്കുന്നത്. 1.5 മില്യൺ അഥവാ 15 ലക്ഷം ആളുകളാണ് നിലവിലെ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യൻ സൈനിക മേഖലയിൽ പ്രവർത്തിക്കുന്നത്. കരസേന, വ്യോമസേന, നാവികസേന എന്നീ 3 പ്രധാന മേഖലകളാണ് ഇന്ത്യൻ ആർമിക്കുള്ളത്. രാജ്യത്തിന്റെ സുരക്ഷയെ പോലെ ഇന്ന് ദുരന്ത നിവാരണം മുതൽ രാജ്യം സമാധാനത്തിനും ഐക്യത്തിനുമായിട്ട് ഇന്ന് രാജ്യത്തിനകത്തും പുറത്തുമായിട്ട് ഇന്ത്യൻ ആർമി പ്രവർത്തിക്കുന്നുണ്ട്. 80 ബില്യൺ അഥവാ 6,90,000 കോടി രൂപയോളമാണ് ഇന്ത്യൻ ആർമിയുടെ ടോട്ടൽ ബഡ്ജറ്റ് എന്നത്. ഒന്നാമതായിട്ട് വരുന്നത് ചൈനയാണ്. നിലവിലെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യം ചൈനയാണ്. 1927 കാലത്താണ് PLA എന്ന പീപ്പിൾ ലിബറേഷൻ ആർമി എന്ന പേരിൽ ചൈനീസ് ആർമി രൂപം കൊള്ളുന്നത്. ഏകദേശം 20,35,000 വരുന്ന സൈനികരാണ് നിലവിൽ ചൈനയുടെ ആർമിയിൽ പ്രവർത്തിക്കുന്നത്. 296 ബില്യൺ അഥവാ 25 ലക്ഷം കോടി രൂപയോളമാണ് ചൈനീസ് ഗവൺമെന്റ് അവരുടെ സൈനിക മേഖലക്കായിട്ട് ചിലവഴിക്കുന്നത്. PLA ഗ്രൗണ്ട് ഫോഴ്സ്, PLA നേവി, PLA എയർഫോഴ്സ്, PLA റോക്കറ്റ് ഫോഴ്സ്, PLA സപ്പോർട്ട് ഫോഴ്സ് എന്നീ 5 പ്രധാന മേഖലകളാണ് ചൈനീസ് ആർമിക്കുള്ളത്. ചൈനീസ് ആർമിയിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്നത് ചൈനീസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഷീ ജിൻപിങ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചൈനയെ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാക്കി മാറ്റുന്നതും. നിങ്ങൾ ഈ കണ്ട മിലിറ്ററി പവറുള്ള രാജ്യങ്ങളുടെ കണക്കുകൾ എന്നത് ഗൂഗിളും യാഹുവും പോലുള്ളവ പുറത്തുവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്ത്യ വരും കാലങ്ങളിൽ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള മിലിറ്ററി പവറുള്ള ഒരു രാജ്യമായേക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് കാണാം.